സദാശിവ സമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരു പരമ്പരാം. കുണൽ കാഞ്ചീദാമ കരികളഭകുംഭസ്തനനതാ പരീക്ഷീണാമധ്യേ പരിണത സരശ്ചന്ദ്രവദന ധനുർബാണാൻ പാശം ശ്രണിമിബിദധാനാകരതലൈഃ പുരസ്താദാസ്താം ന പുരമധിതു ആഹോ പുരുഷിക. നമ്മുടെ അടുത്ത ദേശമായ കാലടി എങ്ങനെയാണോ ഒരു പ്രാരാബ്ധങ്ങളും അതുപോലെ തന്നെ ലൗകികവുമായ ഒരു മുതലയെ സങ്കല്പിച്ചുകൊണ്ട് അവിടെ സന്യസിക്കേണ്ടതായ ഒരു ബാലൻ അവിടെ അമ്മയോട് മുതലക്കടവിൽ വെച്ച് ചോദിച്ചു, മുതല കാലെ പിടിച്ചിരിക്കുന്നു അമ്മേ, ഇത് പിടിവിടണമെങ്കിൽ മുതല പറയണത് എന്താണ്? എന്നെ സന്യസിക്കാൻ വിടണം, എന്നാലേ മുതല പിടിവിടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പ്രാരാബ്ധകർമ്മങ്ങളും അതുപോലെ തന്നെ ഏതായ എന്തിനേയും നമുക്ക് മുതലയായിട്ട് സങ്കല്പിക്കാം. അങ്ങനെ മുതല കടിവിടാൻ ആയിരത്താണ്ടുഴന്നു എന്നൊക്കെ പറയണം ഗജേന്ദ്രമോക്ഷ കഥകളിലൊക്കെ. ലൗകികനായ ഒരു നമ്മുടെയൊക്കെ ജീവിതം സങ്കല്പിക്കുന്ന ഒരാന മതിച്ചും പൊളിച്ചും കളിച്ചും മറിച്ചും ഉരുമിയും മണ്ണുമാരിയിട്ടും ഒക്കെ ജീവിക്കുന്നതായ ഒരു ആനയുടെ പ്രതീകം. അപ്പോൾ അങ്ങനെയുള്ള ആനയുടെ കാലിലും മുതല പിടിച്ചിരുന്നു അർത്ഥം. മുതല പിടിച്ചിരുന്നതായ ഒരു സങ്കല്പം അവിടെ രക്ഷിക്കാനായിക്കൊണ്ട് അക്ഷരാണാം അകാരോസ്മി എന്നുള്ള ഭഗവാൻ ആ എന്നൊറ്റ ശബ്ദം മാത്രം. അവിടെ ഒരു താമരപ്പൂ പോലും പൊട്ടിച്ച് ഇടാൻ ഗജേന്ദ്രന് പറ്റുന്നില്ല എന്നർത്ഥം. അത്രയേറെ ടയേർഡായിരിക്കുന്നു, ആളങ്ങൾ ക്ഷീണിതനായി. കാരണം ഇതിൻ്റെ രക്തം മുഴുവനും വലിച്ചു കുടിച്ച് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇനിയും അംശമുള്ളത് എന്തുമാത്രം? ഒരല്പം തുമ്പിക്കൈൻ്റെ അറ്റത്ത് മാത്രം ശകലം ശ്വാസം. അപ്പോൾ ആന്ന ശബ്ദം തന്നെയാണോ എന്നറിയില്ല. വെൺമണി കൃഷ്ണേട്ടനൊക്കെ അങ്ങനെയാണ് പറയുക. എന്തോ ഒരു ഞരക്കം മാത്രം, അതും നാമമായി കരുതിക്കൊണ്ട് അവിടെ വൈനതയ വേദം മൂലം കാട്ടിലാടും പട്ടും. അങ്ങനെ വേറൊരു സൂപ്പർ സോണിക് ഗരുഡനെ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ഗരുഡനെ സ്പീഡ് കുറവാണ് എന്ന് വിചാരിച്ചിട്ട് സൂപ്പർ സോണിക് വേറൊരു ഗരുഡനെ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ഗജേന്ദ്രനെ രക്ഷപ്പെടുത്തിയ ചരിത്രത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെ ചരിത്രങ്ങൾ മാറി മറിയുമ്പോൾ കാഞ്ചി കാമകോടി ക്ഷേത്രം അവിടെ എങ്ങനെയാണ് ഉപാസിച്ചിരുന്നതായ ഒരാൾ നിരന്തരമായ രീതിയിൽ വരാണ്ടിരുന്നപ്പോൾ അവിടെ ചെന്ന് അഭ്യർത്ഥിച്ചു ദേവര. അപ്പോൾ അത്രയേറെ ബഹുമാനം തോന്നിയതായ ഭഗവതി അല്പം മുന്നോട്ട് ആഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. അങ്ങനെ അപ്പോൾ നിരവധി സെക്കൻഡുകളെ കൊണ്ട് തന്നെ ധാരാളം അവിടുത്തെ ബ്രാഹ്മണരിത പട്ട് ചാർത്തിക്കൊണ്ടിരിക്കുന്നതായ ഭഗവതി. പുണർക്കാഞ്ചീദാമ കരികളഭ കുംഭസ്തനരതാ പരീക്ഷീണാമധ്യേ പരിണത സരശ്ചന്ദ്രവദന. ആരുടെ പ്രിയപത്നിയാണ്? സംശയമൊന്നുമില്ല. ശിവാഭ്യാം ചൂടാലങ്കൃത ശിശുകലാഭ്യാം നിജത്തവ ഫലാഭ്യാം ഭക്തേഷു പ്രകടിത ഫലാഭ്യാം ഭൗതമേ ശിവാഭ്യാം ഹസ്തോകത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനർഭവാഭ്യാം ആനന്ദസ്ഫുരത് അനുഭവാഭ്യാം നഗരീയം. ആ ആനന്ദസ്ഫുരത് അനുഭവമാണ് ശങ്കരാചാര്യ സ്വാമികൾ നമുക്ക് തരുന്നത്. അദ്വൈതങ്ങളെയും വിശിഷ്ടാദ്വൈതങ്ങളെയും അദ്വൈതങ്ങളുടെയും വേദാന്ത ചിന്തകളിലൂടെ പോയപ്പോൾ അദ്ദേഹത്തിന് എന്തുണ്ടായില്ല? അദ്ദേഹത്തിന് ജ്ഞാനസ്വരൂപമായ കൃതികളുണ്ടായത് നമുക്ക് കിട്ടി. പക്ഷേ ആനന്ദ പരിപൂർണ ആനന്ദം സഗുണ ഉപാസനയിലേക്ക് വന്നപ്പോൾ തന്നെയാണ്. ചിദംശം വിഭും നിർമ്മലം നിർവികൽപ്പം നിരീകം നിരാകാരം ഓങ്കാരഗമ്യം ഗുണാതീതം അവിവ്യക്തമേകം തുരീയം പരം ബ്രഹ്മയം വേദ തസ്മൈ നമസ്തേ എന്ന് ശങ്കരാചാര്യസ്വാമികൾ അവിടെ പാടി. അവിടെ അത് അങ്ങനെ പോയിരിക്കുമ്പോഴോ മുഖേ മന്ദഹാസം നഖേ ചന്ദ്രഭാസം കരേ ചാരുചക്രം സുരേശാഭിവന്ദ്യം ഭുജംഗേ ശയാനം ഭജേ പത്മനാഭം ഹരേ അന്യദൈവം നമന്യേ നമന്യേ. ഒന്നി തന്നെയാണ്. വിഷ്ണു ഭുജംഗ പ്രയാദത്തിൽ തന്നെയാണ് അദ്ദേഹം ഇത് രണ്ടും വർണ്ണിച്ചിരിക്കുന്നത്. അത് വേദാന്ത പൊരുളും കൈകാര്യം ചെയ്തുകൊണ്ടാണ് സഗുണ ഉപാസന കൈകാര്യം ചെയ്തത്. രണ്ടും ഒരു കൃതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോകത്തിലെ ഒരേ ഒരാൾ ശങ്കരാചാര്യസ്വാമികൾ മാത്രമേ ഉള്ളൂ. ആചാര്യസ്വാമികളുടെ പാദങ്ങളിൽ ഇപ്പോൾ ആചാര്യസ്വാമിയുടെ കൃതികൾ പോകുമ്പോൾ ഇനിയോ അദ്ദേഹത്തിൻ്റെ നമുക്കറിയില്ല, എന്താണെന്നറിയില്ല. കാരണം ഏത് കൃതികൾ ശങ്കരാചാര്യസ്വാമികളുടെ കൃതികൾ വേദാന്ത തത്വങ്ങളും അതുപോലെ തന്നെ സഗുണോപാസനയും വരുന്ന ഒരേ ഒരു ലോകത്തിലൊരു സന്യാസി വരും ശങ്കരാചാര്യസ്വാമികളുണ്ടായിരുന്നു. വേദാന്തങ്ങൾ ധാരാളം എഴുതിപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കീർത്തനങ്ങൾ ധാരാളം എഴുതിയിട്ടുണ്ട്. രണ്ടും ഒരുമിച്ച് ഒരു കൃതിയിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. അപ്പോൾ 1000 പുസ്തകം വാങ്ങിക്കണം വേണ്ട, ശങ്കരാചാര്യസ്വാമികളുടെ കൃതികൾ വായിക്കും.
ആനന്ദലഹരി വായിക്കൂ, ശിവാനന്ദലഹരി വായിക്കൂ, സൗന്ദര്യലഹരി വായിക്കൂ, സൗന്ദര്യലഹരി പഠിക്കൂ. എത്ര വർഷം ജീവിച്ചിരുന്നു എന്നുള്ളതല്ല പ്രധാനം. ധാരാളം ആൾക്കാർ, വിവേകാനന്ദ സ്വാമികൾ, ശങ്കരാചാര്യ സ്വാമികളൊക്കെ അധികം കാലമൊന്നും ജീവിച്ചിരുന്നില്ല. വളരെ കാലം, കുറച്ച് കാലഘട്ടം, വളരെ കുറച്ച് 10-40 വർഷത്തിന് താഴെ മാത്രമാണ് സന്യാസിവര്യന്മാരൊക്കെ ജീവിച്ചിരുന്നത്. എന്തിനായി 108 വയസ്സ് വരെ ആർക്കും പ്രയോജനമില്ല, കുടുംബത്തിനും പ്രയോജനമില്ല, നാട്ടുകാർക്കും പ്രയോജനമില്ല. മറ്റുള്ളവർ കുറ്റവും പറഞ്ഞു കുത്തിത്തിരിപ്പും പറഞ്ഞ് കൃത്യസമയത്ത് എത്താതിരിക്കുകയും കൃത്യസമയത്ത് കഴിക്കാതിരിക്കുകയും പിന്നെ വന്നിട്ട് ടകടക കഴിക്കുകയും ഒന്നും ആവശ്യമില്ല. ഓരോന്നിനും ഓരോ സങ്കല്പങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഭക്തജനങ്ങളും ഈശ്വരനും തന്ത്രിയെ പേറ്റിയല്ല വേണ്ടത്. തന്ത്രി കൃത്യസമയത്ത് എത്തിച്ചേർന്ന് കാര്യങ്ങൾ നടത്തുക എന്നർത്ഥം. ചില തടസ്സങ്ങളുണ്ടാവാം. അപ്പോൾ നേരത്തെ പറയണം, ഇന്ന രീതിയിൽ ഞാൻ ഇന്ന രീതിയിൽ ഇന്ന സ്ഥലത്താണ്, ഇന്ന സ്ഥലത്ത് എനിക്ക് ശാന്തിക്ക് ആളെ കിട്ടിയിട്ടില്ല എന്ന് എഴുതി കൊടുക്കുക. ഒരാളെ തന്ത്രിയായിട്ട് അവരോധിക്കുന്നത് എന്തെന്നാണോ? ഞാൻ അധികം തന്ത്രമുള്ള ക്ഷേത്രങ്ങൾ ഞാൻ കഴിയൊന്നും കഴിപ്പിക്കാറില്ല. 2 അനിയന്മാരെ കൊണ്ടോ കഴിപ്പിക്കാറുള്ളൂ, സർപ്പബലി ആണെങ്കിലും എന്താണെങ്കിലും. കാരണം അത് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒന്നുള്ളതാണ്. ആ ഉത്തരവാദിത്തങ്ങളോടെ തന്നെ പോയേ പറ്റുള്ളൂ എന്നർത്ഥം. വിശന്നിരുന്നിട്ട് ഒരു കാര്യമില്ല. വിശന്നാൽ ആഹാരം കഴിക്കണം. ഞങ്ങൾക്കൊന്നും പറ്റില്ല കേട്ടോ. ഞങ്ങൾക്ക് 9:30 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ, കാലാവസ്ഥ വെച്ച് ബാക്കി ധാര കഴിയാണ്ട് വേറെ ആഹാരമൊന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ ശരീരത്തിന് നിലനിൽക്കേണ്ടതായ എന്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഉറപ്പാണ് നാലമ്പലത്തിനകത്ത് ഈ ശക്തി മുഴുവനും ഇവിടെ ഉണ്ട്, വായുവിലുണ്ട്. അല്ലെങ്കിൽ പിന്നെ പവർ നിർത്തുള്ളൂ. ഗുരുവായൂർ വെളുപ്പിന് 3 മണിക്ക് തുറക്കുന്നതായ മേശാന്തി 1:30 മണി വരെ ഉമ്മിനീര് പോലും ഇറക്കുന്നില്ലെങ്കിൽ എവിടുന്ന് കിട്ടിയ ഊർജം എന്നാലോചിച്ച് നോക്കൂ. ലൗകികമായ അർത്ഥത്തിൽ ചിന്തിച്ചു പോകും. ഈ ഓടി നടക്കാനും വിളക്ക് കത്തിക്കാനും ശുദ്ധാശുദ്ധികൾ നോക്കാനും നേദ്യം കഴിക്കാനും ഗുരുവായൂർ മേശാന്തിക്ക് എവിടുന്ന് ആ ശക്തി കിട്ടി? അതാ ശക്തി അവിടെ തന്നെയുണ്ട്. അപ്പോൾ നോക്കിക്കോളൂ, ഒരു ക്ഷേത്ര അന്തരീക്ഷം ശുദ്ധമായിട്ട് നിരന്തരമായി നാം 24 hours വെള്ളം ഉറക്കില്ല, തല ഇറങ്ങുകയില്ല, ഒന്നും പറ്റില്ല, ദാഹിക്കില്ല. എന്നാൽ പുറമെ നമ്മുടെ വീട്ടിലാണെങ്കിലും നമുക്ക് ദാഹിക്കും. അതാണ് ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്നർത്ഥം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചോറ്റാനിക്കരെ തൊഴുവാൻ പോയി ഇതെല്ലാവരും കൊണ്ട് എല്ലാം പോയി കുളിച്ച് തൊഴുത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കുടുംബാംഗങ്ങളും കൂട്ടുകാർക്കും തീർച്ചയായും എവിടെയാ ആര്യാസ് വിശന്നു പൊരിഞ്ഞു പറയാറില്ലേ? ഞാനും പറയാറുണ്ട്. നിങ്ങൾക്ക് വിശന്നോ? അപ്പോൾ അതിനും ധൃതി എന്തോന്നാ ഈ പുറത്തെ ഹോട്ടലിൽ പോയി ആഹാരം. അതിന് കാരണം എന്താണെന്നറിയാമോ? അവിടെ പരിപൂർണമായിട്ട് ദഹിച്ചു കഴിഞ്ഞു എന്നർത്ഥം. അവിടെ ശരീരം ദഹിച്ചു, ഉള്ളിലുള്ളതായ എല്ലാ മാലിന്യങ്ങളും ദഹിച്ചു. പിന്നെ അഗ്നിപ്രാകാരമായിട്ട് നാമം ജപിക്കുന്നതിന് ഈശ്വരി തന്നെയായിട്ട് തീർന്നു എന്നർത്ഥം. ചിലയിടത്തൊക്കെ നമ്മൾ നേദ്യം വയ്ക്കാനൊക്കെ പോകുമ്പോൾ തിരുമേനി തികഞ്ഞില്ല. ഇത് ഒരുപാട് വാരി തിന്നാനാണോ? അല്ല. പ്രസാദങ്ങൾ യാതൊരു കാരണവശാലും മൂത്രാംശമോ മലാംശമോ ആവാൻ പാടില്ല. അതാണ് ഒരു സ്പൂണിൽ 4/1 മാത്രം. അവന് വലിയ കിണ്ടി വയ്ക്കാൻ പാടില്ല, വലിയ കിണ്ടി. അല്ലെങ്കിൽ ഒരു പൈപ്പ് വയ്ക്കാൻ പാടില്ല. ഒരു പുതിയ അഡ്വാൻസ്ഡായിട്ട് വലിയ സാധനം വയ്ക്കുക, അതിന് പൈപ്പ് ധരിക്കുക, തീർത്ഥം കഴിച്ചോളൂ എന്ന് പറയാം. എറണാകുളത്തപ്പൻ്റെ അടുത്തൊക്കെ ചിലർ ഓവിൽ വന്നിട്ടാണ് കുളിക്കണം തന്നെ. അപ്പോൾ സ്വീകരിക്കേണ്ടത് എന്തുകൊണ്ടാണ്? വളരെ കുറച്ച് അംശം. ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം ഒന്ന് തൊടുക. ഗണപതി ഹോമത്തിന് നേദിച്ചത് ഒരു സ്പൂണിൻ്റെ 4/1 മാത്രമേ സ്വീകരിക്കാവുള്ളൂ ഒരാൾ. അപ്പോൾ ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ എത്ര പേർക്കായി? 5 പേർക്ക്, ഒരു കുടുംബത്തിലെ 5 പേർക്ക് എന്ത് കഴിക്കാൻ സാധിക്കും? പ്രസാദം കഴിക്കാൻ സാധിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ, തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കുക. ധാരാളം പുരാണങ്ങൾ ജ്യോത്സ്യന്മാരോട് ചോദിക്കൂ. കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ ധാരാളം ജ്യോത്സ്യന്മാരില്ലേ? ആ ജ്യോത്സ്യന്മാരോട് ചോദിക്കൂ എന്താണെന്ന്. അവർ പറയും, സംശയമൊന്നുമില്ല, സുഞ്ചി പറഞ്ഞത് ശരിയാണ്. കാരണം തീർത്ഥവും മറ്റോ ഒന്നും മലാംശമാകാൻ പാടില്ല. ഇനി പ്രസാദം കൊണ്ടുപോയി ഒരുപാട് ഇനി പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നിട്ട് കൊടുക്കാൻ വിചാരിച്ചിരുന്നു. സ്കൂളിൽ എന്തൊക്കെ ശുദ്ധമാണെന്ന് ആർക്കറിയാം? ഇനി അത് ഉറുമ്പും കയറി അതിൻ്റെ വില കളയരുതെന്ന് പ്രാർത്ഥിക്കുക. ക്ഷേത്ര അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഒരു തന്ത്ര അന്തരീക്ഷത്തിൽ, ഒരു ഹോമ അന്തരീക്ഷത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ പുണ്യമോ ശക്തിയോ വേറെ ഒന്നും കിട്ടില്ല. പലയിടത്തും പാഴ്സലൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് കിട്ടുമോ പ്രസാദമൊക്കെ? അല്ല, അതിലൊന്നുമല്ല പ്രാധാന്യം. ആ അന്തരീക്ഷം, ആ ശക്തി, ആ ബലം, ആ നാമം ജപത്തിൻ്റെ ശക്തി വേറെ എവിടെ നിന്നും കഴിച്ചാൽ കിട്ടില്ല. വീട്ടിലെ അളവ് അനുസരിച്ച് കൂട്ടുപായസം ഉണ്ടാക്കുക, അമ്പലത്തിലും ഉണ്ടാക്കുക. രണ്ടും ഒരേ സമയം, ഒരേ ഗ്യാസ്, ഒരേ തന്നെ ഒരേ ശർക്കര വെച്ചുണ്ടാക്കുക. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? ക്ഷേത്രത്തിൽ നിന്ന് മേശാന്തി തരുന്നതായ ഒരു സ്പൂൺ കൂട്ടുപായസം കഴിച്ചിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ മറ്റേതിന് എന്ത് സംഭവിക്കുന്നു? മറ്റേതിന് യാതൊരു ബന്ധവുമില്ല. ആന ആടും പോലെ വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിൽ നിൽക്കുന്ന പ്രസാദത്തിന് എന്തോ ഒരു ടേസ്റ്റ് കൂടുതലുണ്ട്, സംശയമൊന്നുമില്ല. അതേ അളവിൽ വീട്ടിൽ തന്നെ നമ്മൾ കൂട്ടുപായസം ഉണ്ടാക്കുന്നു വിചാരിക്കുക. വല്ല ഇതുണ്ടോ? രണ്ടും ഒരേ ദിവസം തന്നെ ഒരേ ആളുണ്ടാക്കുക.
രണ്ടും ഓരോ സ്പൂൺ കഴിച്ചു നോക്കുക. ആനയാടും പോലെ വ്യത്യാസമുണ്ട് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്നതായ പ്രസാദത്തിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ രുചി, അതിൻ്റെ പുണ്യം, അതിൻ്റെ അമൃതാംശം വേറെ എവിടുന്നും കിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം തന്നെ കാഞ്ചി കാമകോടി ഭഗവതിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ പ്രത്യേകം ഓർമ്മിക്കുക. അവിടുത്തെ ഹോട്ടലിൽ പോവുക, അവിടുത്തെ കാഞ്ചിപ്പട്ടുകൾ മേടിക്കലോ അല്ല പ്രധാനം. അത് പിന്നീടാണെങ്കിലും അടുത്ത തലമുറയ്ക്കാണെങ്കിൽ അമ്മയെ തൊഴുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പുണ്യം എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമഃശിവായ പാർവതീശ പാപനാശനാഹരേ.